അപകടങ്ങൾ പതിവായി കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ്. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ 3 വാഹന അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമായി. അപകടങ്ങൾ പതിവായ റോഡിൽ സൂചനാ ബോർഡുകളോ സ്പീഡ് ബ്രേക്കറുകളോ ഇതുവരെയില്ല. മഴയത്ത് രണ്ടുപേര് ഒരു ആണും പെണ്ണോട് കയറി നിൽക്കണമായിരുന്നു അവിടെ. അങ്ങനെ വണ്ടി റോഗിൽ നിന്ന് വന്ന വണ്ടിയാണ് വന്ന് ലക്കിലാണ്ട് വന്ന് അവിടെ കയറിയത്. മീഡിയം ക്രോസ് ചെയ്ത് വന്നത് അവർ പ്രതീക്ഷകളില്ലാത്ത സംഭവമാണ്. കൊച്ചിൻ്റെ കാലിൽ കുറിച്ച് 24 ദിവസത്തിനുള്ളിൽ 3 അപകടങ്ങൾ. 2 രാത്രിയിലാണെങ്കിൽ 1 പകലായിരുന്നു. കാറുകളാണ് 3ലും അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയാണ് അപകടങ്ങളുടെ കാരണമായി നാട്ടുകാർ ആരോപിക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര സ്പീഡാന്നേ. അവരൊന്നും ഈ ലോകത്തൊന്നും അല്ലാത്ത പിള്ളേരാ. അവരെങ്ങനെ പറന്നുകൊണ്ട് കിടക്കണ്. പോലീസുകാർക്ക് പോലും പേടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ പറയണത് ഞങ്ങളെന്ത് പറയാനാ, അവരുടെ മെക്കിട്ട് കയറണ പിള്ളേരായി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്റർ വരുന്ന ദൂരത്തിലാണ് 3 അപകടങ്ങളും നടന്നത്. നടുവിൽ മീഡിയനോട് കൂടിയ സുന്ദരമായ റോഡ്. പക്ഷേ റോഡിലെ നേരിയ വളവുകൾ സൃഷ്ടിക്കുന്ന ഭീഷണി വലുതാണ്. യു ടേൺ സൂചിപ്പിക്കുന്നതോ വളവിനുള്ള മുന്നറിയിപ്പായിട്ടോയുള്ള മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവവും ഇവിടെയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു പെട്ടെന്നല്ലേ ഒരു വണ്ടി ഒരു ലക്കിൽ ഇപ്പം ഇന്നലെ തന്നെ കണ്ടില്ലേ, അയാൾ നടന്ന് ഓഫീസ് തുറക്കാൻ വേണ്ടി ഒരു 10 മീറ്ററിൽ ഓഫീസിൽ കയറാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ വണ്ടി വന്നിടിക്കണത്. 2 പോസ്റ്റും ഇടം കളഞ്ഞ് വണ്ടി മറിഞ്ഞ് ഇയാളെ താഴെയൊക്കെ പൊളിച്ച് മൊത്തം ഇറങ്ങാറായി പോയി. ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ വേഗത നിയന്ത്രിക്കാൻ വേണ്ട സ്പീഡ് ബ്രേക്കിംഗ് സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് വ്യക്തമാകും. വളവുകളോ യു ടേൺ എടുക്കുന്ന ഇടങ്ങളോ പരിഗണിക്കാതെ തോന്നും പോലെ റോഡ് വശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഇവിടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പതിവാണ്. രാത്രിയിൽ പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഇവിടം. അർദ്ധരാത്രിയായാൽ അമിത വേഗതയിൽ ഇരുചക്രയാത്രികരുടെയും കാറുകളുടെയും അഭ്യാസ പ്രകടനങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. രാത്രി ഇവിടെ ഭയങ്കര വണ്ടിയുടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, ഭയങ്കര സ്പീഡിലാണ് വണ്ടിയൊക്കെ പോണത്. ഒരു ലക്കില്ലാണ്ട് പോണത്. ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയില്ല പോണത്. രാത്രി നമ്മുടെ ഒച്ചയെടുത്ത് ഒക്കെയാണ് പോണത്. ഇപ്പം ഈ ഇതിൻ്റെ മേളിൽ കൂടെ പോയാൽ പുള്ളിനെ ഇടിച്ച്. അപ്പം പിന്നെ ഇതിന് പാത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപകടങ്ങൾ പതിവാകുന്നതിന് മുമ്പേ തന്നെ പരിസരത്തുള്ള ആളുകൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയായിട്ടും പരിഹാരമൊന്നും തന്നെ കണ്ടിട്ടില്ല. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.